അമ്മ എക്സിക്യൂട്ടീവ് യോഗം കൊച്ചിയിൽ തുടരുകയാണ്. നേതൃത്വത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അടിയന്തര യോഗം നടക്കുന്നത്. ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം അടിയന്തര യോഗം ചേരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൽ ഒരുപാട് ആരോപണങ്ങൾ ഇപ്പോൾ ഈ നേതൃത്വത്തിനെതിരെയൊക്കെ ഉയർന്നു വന്നല്ലോ. അതിനകത്ത് തന്നെ അതിൽ പ്രത്യാരോപണങ്ങളും ഉടലെടുത്തിരുന്നു. ഇപ്പോൾ എന്താണ് വിവരങ്ങൾ? കുറച്ച് നാളുകൾക്ക് മുമ്പാണ് അമ്മ നേതൃത്വത്തിനെതിരെ തൊഴിൽ പീഡന പരാതി ഉയർന്നു വരുന്നത്. അത് ട്രഷറർക്കെതിരെയും അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറിക്കെതിരെയുമാണ് ആരോപണങ്ങൾ ഉയർന്നു വരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ട്രഷററിനോട് താൽക്കാലികമായിട്ട് അവധിയിൽ പ്രവേശിപ്പിക്കണം, നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിക്കണം അടക്കമുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ പരാതി ഉയർന്നു വന്നിരിക്കുന്നതിന്റെ വാസ്തവം എന്താണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നും പുറത്താക്കിയ നടപടി അത് റദ്ദാക്കിയിട്ടുണ്ട് അടക്കമുള്ള കാര്യങ്ങൾ അമ്മ പ്രസിഡന്റ് തുറന്നു പറഞ്ഞിരിക്കുന്നതുമാണ്. അത് മാധ്യമങ്ങളോടടക്കം വ്യക്തമാക്കിയതുമാണ്. പക്ഷേ ഇതിനിടയിലാണ് കുക്കു പരമേശ്വരനെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നത്. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലും ടിനി ടോം ഉൾപ്പെടെയുള്ള താരങ്ങൾ പറയുന്നുണ്ടായിരുന്നു അമ്മ പ്രസിഡന്റ് പല കാര്യങ്ങളും അറിയുന്നില്ല എന്നും വെറും സ്റ്റാമ്പ് മാത്രമാക്കുന്ന സ്ഥിതിയായി എന്നും ടിനി ടോം പറയുന്നു. അതോടൊപ്പം തന്നെ അമ്മ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനെതിരെ ഈ അധികാരം ദുരുപയോഗം ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ പല താരങ്ങളും ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് യോഗം ആരംഭിക്കുന്നത്. ഏകദേശം ഒരു 2 മണിയോടുകൂടിയാണ് യോഗം ആരംഭിക്കുന്നത്. ഈ യോഗമാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അനൂപ്, കൊച്ചിയിൽ അമ്മ എക്സിക്യൂട്ടീവ് യോഗം തുടരുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ആൻമരിയ സണ്ണി കൊച്ചിയിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.